ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺസ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വീട്ടിലത്തേക്ക് കുറച്ച് പ്രോൺസ് വാങ്ങിച്ചതിന് ശേഷം വളരെ കുറച്ച് പ്രോൺസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് വളരെ കുറച്ചായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ വിചാരിച്ചു എന്തായാലും കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന്. വളരെ സിമ്പിളാണ്. ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. വെളുത്തുള്ളി അങ്ങനെ കട്ട്ലേറ്റിന് പൊതുവെ ഇടാറില്ല, പക്ഷേ ഞാനിത് കൊഞ്ചായതുകൊണ്ട് അത് ഇട്ടതാണ് കേട്ടോ. അതിപ്പോൾ വയറിന് വല്ല പ്രശ്നം വന്നാലോ എന്ന് വിചാരിച്ചത്. ഇത്രയും വലിയൊരു വലിപ്പത്തിനുള്ള കൊഞ്ചാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതിന് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തു. കുറച്ചുകൂടി ചെറിയ കൊഞ്ചാണ് ഇടുന്നതെങ്കിൽ അത് കുറച്ച് അധികം നമുക്ക് മുറിക്കാതെ തന്നെ ഇടാവുന്നതാണ്. ഇത് പിന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പം ഇതൊന്ന് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് മൂത്തതിന് ശേഷം അതിലോട്ട് കൊഞ്ചിട്ട് ചെറുതായിട്ടൊന്ന് വശക്കിയതിന് ശേഷം അതിലോട്ട് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ചധികം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നേ. വയറിനൊന്നും പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ കുരുമുളക് ഇട്ടത്. പിന്നെ കൊഞ്ചിന് അതാണ് ടേസ്റ്റും. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി വേണമെങ്കിലും ചെറുതായിട്ട് നുറുക്കിയിടാവുന്നതാണ്. അപ്പം അതൊന്ന് മാറ്റി മൂപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. പിന്നെ ഒരു 2 മുട്ട എടുത്ത് ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മഞ്ഞയും വെള്ളയും ഒന്നും സെപ്പറേറ്റ് ചെയ്തില്ല, രണ്ടും കൂടെ തന്നെ ഒരുമിച്ചിട്ടു. നമ്മൾ വീട്ടിലത്തേക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമ്മളല്ലാതെ ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതൊക്കെ ആണെങ്കിലാണ് നമുക്ക് കൂടുതലായിട്ടൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അപ്പം അതിലോട്ട് വാടി വന്നതിലോട്ട് കൊഞ്ചും കൂടെ ഒന്ന് വെന്തതിന് ശേഷം അതിലോട്ട് ഞാൻ വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഉരുളക്കിഴങ്ങ് ചേർത്തതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2-3 ബ്രെഡ് ഇരുന്നതിന് ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചു. ഇത് വളരെ പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യും, വൈകിട്ട് സ്നാക്സിന് എന്ത് വേണമെന്നിങ്ങനെ ആലോചിച്ചപ്പം ഈ കൊഞ്ചിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രെഡ് ഇരുന്നു, 2-3 കഷ്ണം ബ്രെഡ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനൊന്നെടുത്ത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ ബ്രെഡ് ക്രംസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയും മതി. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇതിൻ്റെ കൂടെ പ്രോൺസിൻ്റെയും ആ മിക്സ് പൊട്ടറ്റോ ഇട്ട മിക്സിൻ്റെ കൂട്ടത്തിൽ അതെല്ലാം കൂടി ഇട്ട് നമുക്ക് ബോളായിട്ട് ഉരുട്ടി എടുത്തിട്ട് മുട്ടയിൽ മുക്കി ഇതിൽ നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കി എടുക്കാവുന്നതാണ്. എടുത്തിട്ട് എണ്ണ ചൂടായതിന് ശേഷം അതിലോട്ടിട്ട് പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഈ പ്രോൺസ് കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ പ്രോൺസിൻ്റെ തന്നെ റൈസ് ഉണ്ടാക്കിയാൽ പോലും അതിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്കതിൽ നന്നായിട്ട് കിട്ടും. അതുകൊണ്ട് കട്ട്ലേറ്റ് ഭയങ്കര സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. ഒരുപാട് നമ്മൾ വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നായിട്ടാണ് കേട്ടോ എനിക്ക് കട്ട്ലേറ്റ് തോന്നിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിരിക്കുന്ന കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്